താങ്കളുടെ ഭാര്യ മഞ്ജു കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആസ് ഇറ്റ് ഈസ് അതുപോലെ തന്നെ അങ്ങോട്ട് പോകും. ഒരു വ്യത്യാസം. കാരണം മഞ്ജു എൻ്റെ നല്ല സുഹൃത്താണ്. നമുക്ക് വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും അങ്ങനെയുള്ളൊരു എന്താ പറയുക, നമ്മൾ ചില സമയത്ത് ഞാൻ ഏത് സിനിമ ചെയ്യുന്നു എന്ന് പോലും ചോദിക്കാം, എന്ത് ചെയ്യണു, എവിടെയാ, അങ്ങനെയൊന്നുമില്ല. ആ കുട്ടിയുടെ ലൈം ലൈറ്റിൽ നിന്ന് വന്നതല്ലേ. അപ്പോൾ ആ കുട്ടി ഇപ്പം ജീവിതത്തിൽ ആ കുട്ടിയുടെ ഒരു ബിസി എങ്ങനെയാണ്, മകളാണെന്ന് അറിയാം, അതിലൊരു മറ്റു പാഷൻ എന്താ, ഡാൻസ് ആണോ? ഡാൻസ് അങ്ങനെയൊന്നുമില്ല, അവള് ഫുൾ ടൈം ബിസിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ചെല്ലുമ്പോൾ ഭയങ്കര ബിസിയാ, അങ്ങനെ നടക്കണതാണ്. അത് ചെയ്യണു, ഇത് ചെയ്യണു, അതിൻ്റെ മറ്റേതിൻ്റെ കണക്ക് അത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു അന്ന് കാലത്ത് ആ കുട്ടി കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ആൾക്കാർ വെറുതെ ക്രിറ്റിസിസം പറയുമായിരുന്നല്ലോ, കാരണം നല്ലൊരു നായികയെ കൊണ്ടുപോയി എന്നൊക്കെ. താങ്കൾ അതിനൊക്കെ എങ്ങനെ പ്രതികരിച്ചായിരുന്നു ദിവസം? നല്ലൊരു നായികല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ, അത് അവരുടെ ഇഷ്ടം കൊണ്ട് പറയണല്ലേ. അതൊന്നും അങ്ങനെ പ്രതികരിച്ചില്ലേ? മനസ്സിന് വിഷമം ഉണ്ടാക്കിയോ അതൊക്കെ? ഞാൻ എന്തിനാ മനസ്സിന് വിഷമിക്കണേ? ഇപ്പം നിങ്ങളെ പറ്റി പറയുമ്പോൾ പിന്നെ എനിക്ക് വിഷമം ഉണ്ടാവുക? എൻ്റെ സ്ഥലത്തു നിന്നല്ലല്ലോ കൊണ്ടുപോയത്, അപ്പം ഞാൻ വിഷമിക്കണ്ടല്ലോ. ഇപ്പോൾ ഒരു ദിവസം ഇപ്പം ദിലീപ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ, ഇങ്ങനെ ഇത്രയും വലിയൊരു നടനോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ബിസിനസ് മാനോ അങ്ങനെ ഇത്രയും ഒരു നല്ല മനുഷ്യനോ ഇതൊന്നും അല്ലായിരുന്നെങ്കിൽ ദിലീപ് എന്താകുമായിരുന്നു തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും കാറിലൊക്കെ പോകുമ്പോൾ? അങ്ങനെ ഇല്ല, ഞാനവിടെ ദേശത്ത് നടപ്പുണ്ടാവും, എന്തെങ്കിലും ഒരു സാധാരണ ജോലി എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അന്ന് മനസ്സിൽ എന്തെങ്കിലും കണ്ടിരുന്നു ഇത് ശരിയായിട്ടില്ലെങ്കിൽ ഈ ജോലിക്ക് പോകാന്ന്? ഞാൻ പണ്ട് ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ശ്രമങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു രാത്രിയിലാണ് യാദൃശ്ചികമായിട്ട് എനിക്ക് മിമിക്രി വീണ് കിട്ടുന്നതും നെക്സ്റ്റ് ഡേ ഞാനത് കലാഭവനിൽ പോകുന്നതും. ഒരു രാത്രിയാണോ? ഒരു രാത്രിയിലാണ് ഞാൻ നേരം വെക്കുമ്പോൾ ഒരു അടുത്ത ഈവനിങ്ങിൽ ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആവുന്ന പോലത്തെ ഒരു ഗോഡ്സ് ഗിഫ്റ്റ് എന്നൊക്കെ പറയില്ലേ. ശരിക്കും നിങ്ങൾ സ്വയം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കഥ. നമ്മൾ അത് വലിയ സംഭവമാണ്. ഞാൻ ദൈവത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതിന് കാരണം അതാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പല മാത്സിൽ എഴുതിയ വിഷയമാണ്. നമ്മുടെ ആലുവ ശിവൻ്റെ അമ്പലമുണ്ട്, മണപ്പുറം, ശിവരാത്രി മണപ്പുറം. ഞാൻ എന്നും പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ എന്നും വൈകുന്നേരം അവിടെ വന്നിരിക്കും. രാത്രി സന്ധ്യയാകുമ്പോൾ നമ്മളവിടെ തൊഴുത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ച് തിരിച്ച് നടന്ന് വീട്ടിൽ പോകും. അപ്പം എന്നും ശിവനോട് കാര്യം പറയും, നമ്മൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല, എന്താവും അറിയില്ല, താഴെ 2 പേരുണ്ട്, പെങ്ങളെ കെട്ടിക്കണം, പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടങ്ങൾ പറയും. എന്തെങ്കിലും ഒരു ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നുണ്ട് ഈ റിക്വസ്റ്റ്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ, അപ്പോൾ അതിന് മുമ്പേ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. കാരണം ഞാനൊരു 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഈ ശിവൻ്റെ അമ്പലത്തിന് മുമ്പിൽ വഞ്ചിക്ക് ഞാനിങ്ങനെ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഇതിൽ പാസ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട് ശിവൻ്റെ അമ്പലത്തിൻ്റെ നേരെ. ഞാൻ പ്രീ ഡിഗ്രിക്ക് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പല മാത്സിൽ എഴുതിയ വിഷയമാണ്. നമ്മുടെ ആലുവ ശിവൻ്റെ അമ്പലമുണ്ട്, മണപ്പുറം, ശിവരാത്രി മണപ്പുറം. ഞാൻ എന്നും പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ എന്നും വൈകുന്നേരം അവിടെ വന്നിരിക്കും. രാത്രി സന്ധ്യയാകുമ്പോൾ നമ്മളവിടെ തൊഴുത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ച് തിരിച്ച് നടന്ന് വീട്ടിൽ പോകും. അപ്പം എന്നും ശിവനോട് കാര്യം പറയും, നമ്മൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല, എന്താവും അറിയില്ല, താഴെ 2 പേരുണ്ട്, പെങ്ങളെ കെട്ടിക്കണം, പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടങ്ങൾ പറയും. എന്തെങ്കിലും ഒരു ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നുണ്ട് ഈ റിക്വസ്റ്റ്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ, അപ്പോൾ അതിന് മുമ്പേ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. കാരണം ഞാനൊരു 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഈ ശിവൻ്റെ അമ്പലത്തിന് മുമ്പിൽ വഞ്ചിക്ക് ഞാനിങ്ങനെ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഇതിൽ പാസ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട് ശിവൻ്റെ അമ്പലത്തിൻ്റെ നേരെ, നിറയെ മാവക്കുള്ള. ഈ വീട്ടിലൊക്കെ ജനിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, കാരണം ഭയങ്കര പോഷായിട്ടുള്ള പുഴയുടെ തീരം, അതിനൊരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് താമസിക്കുന്നത് ആ വീട്ടിലാണ്. അപ്പോൾ ആ വീട് എനിക്ക് കിട്ടി. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിൽ നിന്നൊക്കെ പഠിക്കേണ്ടത് ഡിമാൻഡ് എന്ന് പറയുന്ന സാധനം ഭഗവാനിൽ വെക്കണം. അത് നാച്ചുറലി. ഇപ്പോൾ കാരണവന്മാർ വെറുതെ ആണോ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ? അപ്പോൾ ഈ രാത്രി വീണ് കെട്ടി എന്ന് പറഞ്ഞാൽ എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. അതെ, എനിക്കും വിശ്വസിക്കാം. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, പക്ഷേ അതിനുശേഷം ഇപ്പം ഞാനത് പിന്നീട് പ്രൊസീഡ് അങ്ങനെ കൊണ്ടുപോകുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല.
കാരണം ഞാനിപ്പോൾ അഭിനയത്തിലേക്കാണ് കൂടുതൽ, അത് കാരണം മറ്റുള്ളവരുടെ മാനേഴ്സോ ഒന്നും കാണുന്നുണ്ടെങ്കിലും ഇതാവില്ല. കാരണം അത് ചിലപ്പോൾ എൻ്റെ അഭിനയത്തിനെ കൂടുതൽ കുഴപ്പിക്കണം. കാരണം എൻ്റെ അഭിനയത്തിലൊക്കെ തുടക്കകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഇടയിൽ കുറച്ച് കയറി വരുമായിരുന്നു. ഇപ്പോഴും നമുക്ക് ആ ടെൻഷൻ ഉണ്ട്. ഇവരെ കൂടെ നമ്മുടെ സീനിയേഴ്സിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നാച്ചുറലി അവർ പോകുമ്പോൾ കുറച്ച് നേരം നമ്മളിൽ ഉണ്ടാവും. അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു പോയി. ഇനി ഒരു ഡിമാൻഡ് ദൈവത്തിന് വെച്ചേക്കണത് എന്താ? അത് ഞാൻ പറയില്ല. പറയില്ല. അത് ഞാനും ദൈവം ഏർപ്പാടല്ലേ. അപ്പോ നീ അത് അവിടെ പറഞ്ഞില്ലേ, എന്താ പിന്നെ അവര് നന്നാക്കി ശരിയാക്കി തരും എന്ന് പറഞ്ഞാൽ? ശരിയാ, അത് പറയാൻ പാടില്ല. അതാണ് പ്രാർത്ഥന പറയാൻ പാടില്ല എന്നതാണ് അല്ലേ. അപ്പോൾ ഈ ഡിമാൻഡ് എന്തായാലും നമ്മൾ രഹസ്യമാവട്ടെ, എല്ലാവരോടും രഹസ്യമായിക്കോട്ടെ. ആ ഡിമാൻഡ് എന്താണെങ്കിലും ദൈവം അത് ശരിയാക്കി തരട്ടെ. താങ്ക് യു. ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകളിൽ ആൾക്കാരെ ചിരിപ്പിച്ചും ആൾക്കാരെ കരയിപ്പിച്ചും ആ പഴയ ദേശത്തെ ദിലീപായിട്ട് തന്നെ ഇരുന്നോട്ടെ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആലുവ വഴി വരുമ്പോൾ ഒരു ഇന്റർവ്യൂ ഒക്കെ തരാം. തീർച്ചയായിട്ടും എനിക്ക് തരണം. ഓക്കെ, പോണതിന് മുമ്പ് ഒരു ഒപ്പിടണം. ഇത് ബിസിനസ്മാൻ്റെ ഒപ്പല്ല, മനസ്സിന്ന് വന്നൊരു കയ്യൊപ്പ്. മനസ്സിൽ നിന്ന് വരുന്നൊരു കയ്യൊപ്പ്. ഇത് ആരുടെ ഒപ്പുണ്ട്? എല്ലാവരുടെ ഉണ്ട്. യു ആസ്ക്, എല്ലാവരുടെയും പേരിലുണ്ട്. ആണോ? ഇത് എന്ത് ഇതുകൊണ്ട് ഒപ്പിടണം അല്ലേ? ഞാൻ ഈ ദിലീപ് ഇവിടെ എഴുന്നേറ്റ് പോയപ്പോൾ എനിക്കൊരു ചോദ്യം ഓർമ്മ വന്നു. ചോദിക്കാൻ പറ്റിയില്ല, അതിപ്പോൾ എന്താ ചെയ്യാൻ നിവൃത്തിയില്ല. പക്ഷെ അതെന്താ